പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ തോതിൽ മത്സ്യകൃഷി നടത്തുന്നവർക്ക് തീറ്റ ചെലവ് ചുരുക്കുന്നതിന് വേണ്ടി, കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വളർത്തു മത്സ്യങ്ങൾ പൊതുജലാശയത്തിലുള്ള മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ഭക്ഷണം അവർ നമ്മെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഭക്ഷണമായിട്ട് ചെന്നാൽ അവർക്കൊരു ആവേശം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം വെച്ചു കൊടുത്താൽ കയ്യിലൊക്കെ കയറി അവർ ഭക്ഷണം ശേഖരിച്ച് പോകും. അത് നമുക്കൊരു അനുഭൂതിയാണ്, അത് ഒരു രസമാണ്. അവർക്ക് നമ്മൾ നിശ്ചിതമായി കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇലകളൊക്കെ നമ്മൾ ഇതുപോലെയുള്ള അവർ കഴിക്കുന്ന ഇലകളൊക്കെ നമ്മൾ ഇങ്ങനെ കൊമ്പോട് കൂടി കെട്ടി വെള്ളത്തിലേക്ക് ഇറക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ ചപ്പുകൾ ചെറുതായി അരിഞ്ഞ് ചെറിയ രീതിയിൽ അവർക്ക് കഴിക്കാൻ പാകത്തിലാക്കിയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ പെല്ലറ്റ് തീറ്റയുടെ ചെലവ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ മീനിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താനും അത് വളരെ സഹായകമായി മാറും. ഈ ഒരു കെട്ട് ചപ്പ് ഏകദേശം 1.5 ദിവസം കൊണ്ടാണ് അവർ ഈ ഒരു കോലത്തിലേക്കാക്കിയത്. തണ്ട് പോലും അവർ കഴിച്ചു കഴിഞ്ഞു. പെല്ലറ്റ് തീറ്റയെ മാത്രം ആശ്രയിച്ചാൽ ഒരു പക്ഷേ നമുക്കതിൻ്റെ ചെലവ് ഗണ്യമായി വർദ്ധിക്കുകയും അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള വളർച്ചയോ അതല്ലെങ്കിൽ മീനിൻ്റെ വലിപ്പമോ ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കതിനോട് മടുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം എന്ന നിലക്കാണ് നമ്മൾ 2 നേരം നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ചെറിയ തോതിലൊക്കെ നമുക്ക് അവർ കഴിക്കുന്ന ഇലവർഗ്ഗങ്ങളൊക്കെ കൃഷിയെ നമുക്ക് ചെറിയ രീതിയിൽ ലാഭകരമാക്കിയെടുക്കാൻ ഒരു പക്ഷേ ചിലപ്പോൾ സഹായകമായി മാത്രം കൊടുക്കുമ്പോൾ നമുക്കതിൽ ചിലപ്പം നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാനാണ് നമുക്ക് ഇതുപോലെയുള്ള ഇലവർഗ്ഗങ്ങൾ ഒരു നേരം രാവിലെ കെട്ടിക്കൊടുത്താൽ വൈകുന്നേരം വരെ അവരത് മത്സ്യകൃഷി നല്ല രീതിയിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും 2 നേരം കഴിയും. അതിന് പറ്റിയ ഇലവർഗ്ഗങ്ങളാണ് മുരിങ്ങ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ചീര ഇനത്തിൽപ്പെട്ട ഇല, അതുപോലെ തന്നെ അസോള. ഇതൊക്കെ നമുക്ക് ഏറ്റവും മീനുകൾക്ക് നല്ല രീതിയിൽ വളർച്ചയ്ക്കും അതുപോലെ തന്നെ